ഹായ്, ബീറ്റോറയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സഞ്ജൂസ് മ്യൂസിക് സ്പേസ് എന്ന് പറയുന്ന എൻ്റെ സ്റ്റുഡിയോയിലാണ്. നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അലസിസ് നൈട്രോ അൾട്ടിമേറ്റ് എന്ന പുതിയ ഇലക്ട്രിക് ഡ്രം കിറ്റിനെ കുറിച്ചുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്കിന്ന് ഇത് അൺബോക്സിംഗ് ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. അൺബോക്സിംഗ് ചെയ്യാം. സംസാരിച്ച സമയങ്ങളാണോ? വേണ്ട, വാ. ആദ്യം തന്നെ നമുക്കിതിന്റെ തലച്ചോറിനെടുത്ത് വെളിയിലിടാം. ഇതാണ് ഇതിന്റെ മൊഡ്യൂൾ. നൈട്രോ പ്രോയുടെ മൊഡ്യൂളിന്റെ പ്രത്യേകത, ഇത് ബ്ലൂടൂത്ത് ഫീച്ചർ ഉള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് ഏത് സോങ് വേണമെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഏത് സോങ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്ലൂടൂത്ത് വഴി പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റ് കിറ്റുകളിലെല്ലാം സെപ്പറേറ്റ് ഓക്സ് കേബിളോ അല്ലെങ്കിൽ ഫോണോ കേബിളോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഏതെങ്കിലും ഡിവൈസ് വഴി സോങ്സ് സ്പീക്കർ വഴി കേൾക്കേണ്ടത്. അപ്പൊ ഇതിൽ ബ്ലൂടൂത്ത് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എക്സ്ട്രാ കേബിളിന്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇതിൽ 640 കൂടുതൽ സൗണ്ടുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രം കിറ്റിന്റെ സൗണ്ട് വേണമെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്ത് വായിക്കാം. 52 പ്രീസെറ്റ് കിറ്റുകളുണ്ട്. അതായത് 36 കിറ്റുകൾ നമുക്ക് അലസിസിന്റെ ഈ മൊഡ്യൂളിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ ഒരു 16 ഡ്രം കിറ്റുകൾ നമുക്ക് യൂസർ കിറ്റായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് മെട്രോനോം, നമ്മുടെ താളത്തിന്, നമുക്ക് താളം പ്രശ്നമുള്ളവർക്കാണെങ്കിൽ മെട്രോനോം യൂസ് ചെയ്ത് ആ താളത്തിനനുസരിച്ച് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. എക്കോ, റീവർബ്, ഡിലേ പോലുള്ള എഫക്ട്സുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ പാഡിന്റെയും സൗണ്ടിനെ കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. നമുക്ക് ഓരോ പാഡിനും വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് 10 ഇഞ്ച് ഹൈഹാറ്റ് സിംബൽ പാഡ്. ഈ പാഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡുവൽ സോൺ പാഡാണ്. ഡുവൽ സോൺ എന്ന് പറയുന്നത് സിംഗിൾ സോൺ, ഡുവൽ സോൺ, ട്രിപ്പിൾ സോൺ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇലക്ട്രിക് ഡ്രം കിറ്റില് അതിന്റെ സൗണ്ട് ഫീച്ചേഴ്സ് വരുന്നത്. ഈ സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ട്രിഗർ ചെയ്യുന്ന അതിന്റെ സെൻസറുകളുടെ എണ്ണം വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഡുവൽ സോൺ സൗണ്ട് ആണ്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹൈഹാറ്റ് പെഡലിൽ കണക്ട് ചെയ്ത് ഈ ഹൈഹാറ്റ് പ്ലേറ്റും അതിന്റെ ട്രിഗറും അതിന്റെ ക്ലച്ചും യൂസ് ചെയ്ത് നമുക്കൊരു അക്കോസ്റ്റിക് ഡ്രമ്മിലെ എങ്ങനെയാണോ ഒരു ഹൈഹാറ്റ് പെഡൽ യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കിക്ക് പെഡൽ. ഈ കിക്ക് പെഡല് മിക്ക ബ്രാൻഡുകളുടെ കിറ്റിലും വരുന്നില്ല. പക്ഷെ നമ്മുടെ അലസിസിന്റെ ബ്രാൻഡില് കിക്ക് പെഡൽ വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ചില ബ്രാൻഡുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് കിക്ക് പെഡലൊക്കെ വാങ്ങിക്കേണ്ടി വരും. ഇതിപ്പോ സിംഗിൾ പെഡലാണ്. നമുക്ക് ഡബിൾ പെഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാഡാണ് നമുക്ക് ഇതിന്റെ കൂടെ തരുന്നത്. സിംഗിൾ പെഡൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാഡിലാണെങ്കിൽ അവിടെ ഡബിൾ പെഡൽ യൂസ് ചെയ്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടെ അൾട്ടിമേറ്റില് ഡബിൾ പെഡൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കിക്ക് പാഡാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ നമുക്ക് സിംഗിൾ പെഡലാണ് ഉള്ളതെങ്കിലും ഡബിൾ പെഡൽ നമുക്ക് പിന്നീട് അപ്ഗ്രേഡ് ചെയ്താൽ പോലും വായിക്കാനായിട്ട് സാധിക്കും. 10 ഇഞ്ച് ഡീപ് സ്നെയർ ഡ്രം. ഈ ഒരു സ്നെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഒരു അക്കോസ്റ്റിക് സ്നെയർ ഉപയോഗിക്കുന്നത് അതേ ഫീച്ചേഴ്സോട് കൂടി നമുക്ക് ഇതിലും ഒരു സ്നെയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ഡുവൽ സോൺ സ്നെയർ ആണ്. ഡുവൽ സോൺ എന്ന് പറയുന്നത് നേരത്തെ സിംബലിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് 2 ടോൺ അതിന്റെ റിമ്മിലും അതിന്റെ സെന്ററിലുമായിട്ട് നമുക്ക് 2 ടോൺസ് ഇതിൽ കിട്ടും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടോൺസ് നമുക്ക് അതിൽ ഓരോന്നിലും മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാണാനും നല്ല ലുക്കാണ്. അപ്പോൾ നമ്മുടെ സ്നെയർ ഡ്രം ഇതാണ് ഇതിന്റെ ആക്സസറീസ് കിറ്റ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാനുള്ള വയറിംഗ് കിറ്റ്, അതിന്റെ അഡാപ്റ്റർ, ഡ്രം കീ, ഡ്രം സ്റ്റിക്ക്, അത് മാത്രമല്ല 90 ഡേയ്സിന്റെ ഡ്രമ്മിയുടെ പ്രാക്ടീസ് ടൂളും നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രമ്മിയുടെ സൈറ്റിൽ കയറി നമുക്ക് ഓൺലൈനായിട്ട് ഡ്രമ്മിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. 90 ദിവസം വരെ നമുക്ക് ആ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം BFD എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉണ്ട്. അപ്പൊ ഈ BFD പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അക്കോസ്റ്റിക്കും നോൺ അക്കോസ്റ്റിക് ആയിട്ടുള്ള ഡ്രംസുകളുടെ എല്ലാം ടോൺസ് ത്രൂ നമ്മുടെ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ സിസ്റ്റം വഴിയോ ഒക്കെ വായിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ വരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ ഈ കാണുന്ന അലസിസിന്റെ നൈട്രോ അൾട്ടിമേറ്റ്. ഇത് കിക്ക് പാഡ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് 8 ഇഞ്ചിന്റെ കിക്ക് പാഡ് ആണ്. ഡബിൾ പെഡൽ യൂസ് ചെയ്യാൻ കഴിയുന്ന കിക്ക് പാഡ് ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്
നമ്മുടെ സിംബലുകളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, സാധാരണ ഒരു ഇലക്ട്രിക് ഡ്രം കിറ്റിൽ വരുന്നത് ഒരു റൈഡോ അല്ലെങ്കിൽ ഒരു ക്രാഷോ അല്ലെങ്കിൽ 2 ക്രാഷോ ഒക്കെ ആയിട്ടുള്ള 2 സിംബലുകളായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമുക്കിവിടെ അൾട്ടിമേറ്റില് 3 സിംബൽസ് ആണ് വരുന്നത്. അത് 3ഉം 10 ഇഞ്ച് സിംബൽസ് ആണ്. അപ്പോൾ നമുക്ക് വായിക്കാൻ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നുണ്ട്, വായിക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഈ 3 സിംബൽസിലും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടോൺസ് ആഡ് ചെയ്യാം. അത് മാത്രമല്ല റൈഡും ക്രാഷും സ്പ്ലാഷും ചൈനയും ഏത് ടോൺ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന 3 സിംബലുകളിൽ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ടോംസിനെ പറ്റി പരിചയപ്പെടാം. ടോംസും ഡ്യുവൽ സോൺ ടോംസ് ആണ്. അതിന്റെ റിമ്മിലും അതിന്റെ സെന്ററിലുമായിട്ട് നമുക്ക് ടോൺസ് മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ടോം, സെക്കൻഡ് ടോം, തേർഡ് ടോം. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഒരു ടോം കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 4 ടോംസ് ആക്കി നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ടോട്ടൽ നമുക്ക് 10 പീസ് ഇലക്ട്രിക് ഡ്രം കിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സിംബൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയും നമുക്കൊരു 10 പീസ് ഇലക്ട്രിക് ഡ്രം കിറ്റ് ആയിട്ട് ഈ ഒരു കിറ്റിനെ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് എടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ റാക്ക് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡ്. ഇതാണ് ഇതിന്റെ ഡ്രം റാക്ക്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഡ്രം കിറ്റിനകത്ത് വരുന്ന ഇൻസ്ട്രുമെന്റ്സും അതിന്റെ ആക്സസറീസും. ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ഡ്രം കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ചെയ്യാനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ? വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ റാക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. റാക്ക് സെറ്റ് ചെയ്യുന്നതിന്റെ രീതി നമ്മുടെ ബ്രോഷറിൽ തന്നെ, നമ്മുടെ ഈ പാക്കറ്റിന്റെ കൂടെ വരുന്ന ബ്രോഷറിൽ തന്നെ എങ്ങനെയാണ് റാക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്, അറിയാൻ വയ്യാത്തവർക്കൊക്കെ ആ ഒരു ബ്രോഷർ നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതിന്റെ റാക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡ്രംസിന്റെ റാക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രം ത്രോൺ വെച്ച് ഇരിക്കുന്നത് എങ്ങനെയാണോ ആ ഡ്രം ത്രോണിന്റെ പൊക്കത്തിനനുസരിച്ച് തന്നെ ഇതിന്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പ്ലേ ചെയ്ത് തുടങ്ങാൻ. അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ ഹൈറ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ചെയ്തിട്ട് വേണം വായിച്ചു തുടങ്ങാൻ. ഇപ്പം ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമ്മുടെ ഇവിടുത്തെ ഓരോ നെറ്റ് ലൂസ് ചെയ്യുന്നതനുസരിച്ച് ഹൈറ്റ് കുറയാനും കൂട്ടാനും നമുക്ക് സാധിക്കും. ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്ന ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു കീ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കീ കളയരുത്. അതോടൊപ്പം നമ്മൾ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റും നല്ല വൃത്തിയായിട്ട് കെയർ ചെയ്ത് വേണം സൂക്ഷിക്കാൻ. പൊടിയടിക്കാനോ അല്ലെങ്കിൽ അഴുക്ക് പിടിക്കാനോ അല്ലെങ്കിൽ വെള്ളം ഈർപ്പം അടിക്കാനോ ഒന്നും അതിന് ചാൻസ് കൊടുക്കരുത്. കാരണം ഇതെല്ലാം യൂസ് ചെയ്യുന്ന സെൻസറുകളാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സർവീസ് ചെയ്യാനായിട്ടായാലും കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരാനും നമുക്കൊരു പെട്ടെന്നൊരു പ്രോഗ്രാം വരുന്ന സമയത്തൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അപ്പം ഇത് ഇപ്പം നമ്മൾ ഈ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അനക്കി നോക്കണം. ഇത് ബൗബിൾ ചെയ്യുന്നില്ല, മറിഞ്ഞു വീഴുന്ന ഒരു ടെൻഡൻസി ഇല്ല എന്ന് നമ്മൾ ശരിക്കും നോക്കിയിട്ട് വേണം ഇതിനകത്ത് ഓരോ ഇൻസ്ട്രുമെന്റും അറ്റാച്ച് ചെയ്യാൻ. ഇപ്പോൾ സിംബൽസ് ആയാലും ടോംസ് ആയാലും സ്നെയർ ആയാലും എന്ത് ആഡ് ചെയ്യാൻ പോയാലും നമ്മൾ ആദ്യം നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻഡ് റാക്ക് നമ്മൾ സ്റ്റേബിൾ ആക്കി വെച്ചിട്ട് വേണം ബാക്കി എന്തും നമ്മളിതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഈ റാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതിപ്പം ഞാൻ സീറ്റിൽ ഇരുന്നിട്ടല്ല എൻ്റെ പൊക്കത്തിന് ഞാൻ വെച്ചേക്കുന്നത്, ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് ഓരോന്ന് ഇൻസ്ട്രുമെന്റ് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഒരു മോഡൽ ഇരിക്കുന്നത്, ഇതിന്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. ട്രാക്കിൽ നമ്മുടെ ഡ്രംസിന്റെ എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടോൺസ് ആഡ് ചെയ്തു, സ്നെയർ ആഡ് ചെയ്തു, ഹൈ ഹാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സിംബിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർ ഒരു ഡ്രം സെറ്റപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? വായിക്കാനും അതുപോലെ തന്നെ മനോഹരമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഹൈ ഹാറ്റ് സ്റ്റാൻഡ് നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഹൈ ഹാറ്റ് സ്റ്റാൻഡ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എൻ്റെ ഒരു പഴയ ഡ്രംസിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡിന്റെ സ്റ്റാൻഡ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ പഴയ കിറ്റിന്റെ സ്റ്റാൻഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡ്രംസിന്റെ പാക്കറ്റിനകത്ത് നമുക്കിവിടെ കിട്ടുന്ന ഒരു ക്ലച്ചും അതിന്റെ പ്ലേറ്റും അതിന്റെ കൺട്രോളർ, ട്രിഗർ കൺട്രോളർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ഏത് പെഡൽ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ 2 ക്രാഷ് സിമ്പിളും ഒരു റൈഡ് സിമ്പിളും ഒരു ഹൈ ഹാറ്റുമാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഹാറ്റിനായാലും സിമ്പിൾസിനായാലും എല്ലാം ചോക്കിംഗ് സെൻസർ വരുന്നതാണ്. എങ്കിൽ പോലും ഹൈ ഹാറ്റിന്റെ പ്ലേറ്റ് ഹൈ ഹാറ്റിന് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അതൊരിക്കലും നിങ്ങളുടെ ക്രാഷിനോ അല്ലെങ്കിൽ റൈഡിനോ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കരുത്. അതിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹൈ ഹാറ്റ് പ്ലേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വായിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു ഡ്രം കിറ്റ് ആണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വായിച്ചു നോക്കിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വിക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓരോ ടോൺസ് ആയിട്ടൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റുഡിയോയിലുള്ള ചെറിയൊരു സൗണ്ട് സിസ്റ്റത്തിലാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നത്. ലൈവായിട്ട് കേൾക്കുന്ന സൗണ്ടാണ്, വേറെ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ ലൈവായിട്ട് തന്നെ കേൾക്കുന്ന ഓരോ കിറ്റുകളുടെയും സൗണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ മിനിമൽ ആയിട്ടുള്ള ചെറിയ റിതം വായിച്ച് ഓരോ കിറ്റിന്റെയും സൗണ്ട് കേൾപ്പിച്ചു തരാം.
BFD എന്ന് പറയുന്ന ഒരു സൗണ്ട് ലൈബ്രറി പ്ലഗിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രമ്മേഴ്സിനെ വെച്ചിട്ട് പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സൗണ്ട് ലൈബ്രറീസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്കത് ത്രൂ നമ്മുടെ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ സിസ്റ്റം വഴിയോ ഒക്കെ യൂസ് ചെയ്ത് ലൈവ് അക്കോസ്റ്റിക് ഡ്രമ്മിന്റെ സൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇലക്ട്രിക് ഡ്രംസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഡ്രമ്മിയോടെ 90 days ഡ്രമ്മിങ് ലെസൺസും നമുക്കിതിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അലസിസ് നൈട്രോ അൾട്ടിമേറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനിയുള്ള എല്ലാ വീഡിയോകളിലും ഈ ഒരു കിറ്റ് കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇതെൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്, എനിക്ക് കിട്ടിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അത് ഈ ഒരു അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അഭിമാനിക്കുന്നു. അത് ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.